പേടിക്കാനുള്ള, ഭയപ്പെടാനുള്ള ഭയാനകമായ വർഗീയതയുടെ അന്തരീക്ഷമൊന്നും ഇപ്പോഴും കേരളത്തിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല. അത് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ചു പോയ വലിയൊരു മണ്ണാണിത്. ഇനി മറ്റേ കൃഷി വല്ലാതെ പെട്ടെന്ന് ഇവിടെ എന്ത് ചെയ്യില്ല, ഓടില്ല. അതിവിടെ ഈ മണ്ണിന് പാകമല്ല, ഈ മണ്ണിന് പറ്റിയ സാധനമല്ല ഇത്. ആദ്യമായിട്ട് എനിക്ക് കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പറയുമ്പോഴാണ്, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയുള്ളത് കൊടുങ്ങല്ലൂരാണ്. നമുക്കറിയാം, ചേരമാപ്പള്ളിയാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ ക്രിസ്ത്യൻ പള്ളിയുള്ളതും കൊടുങ്ങല്ലൂരാണ്. എല്ലാവരും അവിടെ വന്നിട്ടാണ്, മുസ്ലിസിൽ വന്നാണ് കപ്പലിറങ്ങുന്നത് ആദ്യമായിട്ട്. അവരെ സ്വീകരിച്ചതോ ഇവിടെയുള്ള ഹൈന്ദവ രാജാക്കന്മാരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ ചേർത്ത് പിടിച്ച എല്ലാവരെയും. അങ്ങനെയാണല്ലോ ഇത് വളർന്നത്. അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ലോ, ഒരിക്കലും ഉണ്ടാവില്ലോ. അന്ന് ആ വകയുടെയും വിദ്വേഷത്തിന്. അപ്പോൾ അങ്ങനത്തെ ഒരു സവിശേഷമായ മണ്ണ് ഒരു പക്ഷേ ലോകത്തൊരിടത്ത് ഇങ്ങനെ ഉണ്ടാവും നിൽക്കുന്നുണ്ടാണ്. എവിടെയും വംശീയതയാണല്ലോ, ഭയാനകമായ വംശീയതയാണ്. അത് നമ്മൾ എത്ര വലിയ നവോത്ഥാനം, വലിയ പുരോഗമനം പറയുന്ന രാജ്യങ്ങൾ പോലും, ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ എത്തിയാലും ഈ വംശീയതയുടെ ഇന്നും ദഹിക്കാത്ത ഒരുപാട് സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ണെന്ന് പറയുന്നത് സവിശേഷമായ മണ്ണാണ്. ഞാൻ കുറേ കാലം മുമ്പ് അപ്പുറം വായിച്ചു പോകുന്നിടത്താണ് പ്രവാചകൻ ഇതിനു വേണ്ടി എല്ലാം എനിക്ക് തോന്നുന്നത് എന്തോ ഒരുപാട് ഒരു ആത്മീയ ബന്ധം ഇതിനുണ്ടെന്ന് തോന്നുന്നു. പ്രവാചകൻ കിടന്നുറങ്ങിയിരുന്ന കട്ടില് നമ്മുടെ എവിടെയാണ്, നിലമ്പൂരിൽ നിന്ന് കൊണ്ടുപോയ തേക്കിൻ്റെ കട്ടിലായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഇത് കൊണ്ടുവന്ന നാടിനെ നീ അനുഗ്രഹിക്കണേ കുറച്ചവനെ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന. ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടെ പ്രാർത്ഥനകൾ വരെ ലഭിച്ച ഒരു മനോഹരമായ നാട്ടിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. എല്ലാവർക്കും പറയാൻ ഇങ്ങനെ ഒരുപാട് പാഠങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴും വലിയ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. വലിയ സന്തോഷമാണ്. നേരത്തെ പറഞ്ഞ പോലെ വെറുതെ പുറമേയുള്ള വർത്തമാനമല്ല, ഹൃദയം നിറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും, ഈ മണ്ണ് വർഗീയതയ്ക്ക് ഒരു നിലയ്ക്കും പാകപ്പെടുന്ന മണ്ണല്ല. ഇത് ഞങ്ങൾ വിട്ടുകൊടുക്കൂല. അതുണ്ടാവില്ല ഈ മണ്ണിൽ. ഇതിനകത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള വേറെന്തൊക്കെയോ സാധനം ഈ മണ്ണിൽ കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പെട്ടെന്ന് ഈ സാധനമൊന്നും ഓടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കൂടിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ കൂടിയിരുത്തം പോലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്കിങ്ങനെ നമ്മളിരിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിൽ ചിന്തിക്കാൻ പോലും പറ്റണമല്ലേ ഇത്. ഇന്നലെ